ഗുഡ് മോർണിംഗ്. നമ്മൾ ഇനി കാണാൻ പോണത് അതായത് 3 ടൈപ്പ് ഓഫ് കോൺഫിഡൻസ് ഇന്റർവെൽ പറഞ്ഞല്ലോ. അതായത് ആദ്യം സിഗ്മ തന്നിട്ടുണ്ടെങ്കിൽ കാണാനുള്ളത്, പിന്നെ സിഗ്മ അൺനോൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ അതായത് n ഗ്രേറ്റർ ദാൻ 30 ആവുന്ന കേസും ഉണ്ട്, n ലെസ് ദാൻ 30 ആവുന്ന കേസും ഉണ്ട്. അപ്പോൾ സിഗ്മ തന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n ആയിരുന്നു. ഇനി n ലെസ് ദാൻ 30 ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ എസ് ആണ് ഉപയോഗിക്കുക സിഗ്മയ്ക്ക് പകരം. സിഗ്മ അൺനോൺ ആണല്ലോ, അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n മൈനസ് 1. പിന്നെ n ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡ് ബൈ എസ് ബൈ റൂട്ട് n. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. സെയിം ചെയ്യണതൊക്കെ സെയിം തന്നെയാണ്, ഇക്വേഷൻ മാറുന്നേ ഉള്ളൂ. A random sample of 17 from a normal population is found to be x bar equal to 4.7 and s square equal to 5.76. Find 90% confidence interval for mean of population. അപ്പോൾ ഇവിടെ എക്സ് ബാർ തന്നിട്ടുണ്ട് 4.7, എസ് ബാർ 5.76 തന്നിട്ടുണ്ട്, n എന്ന് പറയുന്നത് 17 ലെസ് ദാൻ 30 ആണ്. അപ്പൊ അവിടുത്തെ ഇക്വേഷൻ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n മൈനസ് 1 ആണ്. അപ്പൊ n മൈനസ് 1 എന്ന് പറയുന്നത് 16 വരും. അപ്പൊ റൂട്ട് n മൈനസ് 1 എന്ന് പറയുമ്പോൾ റൂട്ട് 16 4 വരും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ ആൽഫ എന്ന് പറയുന്നത് 90 ആണ് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ 90/100 വെച്ച് ചെയ്യുമ്പോൾ 0.90 കിട്ടും നമുക്ക് ഇക്വേഷൻ. അപ്പൊ കറസ്പോണ്ടിങ് 90ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി ആൽഫ ബൈ 2 എന്ന് പറയുന്നത് നമ്മൾ ബുക്കിൽ നോക്കുമ്പോൾ 1.746 ആണ്. അപ്പൊ മോഡ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.746 ഇത് ഈക്വൽ ടു ആൽഫ എന്നാണ്. അപ്പൊ മൈനസ് 1.746 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.746 ചെയ്യാം. ടിക്ക് പകരം നമ്മൾ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 4.7 മൈനസ് മ്യൂ ബൈ 0.6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 4.7 കൊണ്ട് സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് മൈനസ് മ്യൂവിന്റെ കിട്ടും. പിന്നെ ഒന്ന് എല്ലാത്തിനും നെഗറ്റീവ് എടുക്കാം. അപ്പൊ നമുക്ക് കിട്ടണത് 0.6524 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5.7476. അപ്പൊ ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് കോൺഫിഡൻസ് ഇന്റർവെൽ വിത്ത് കോൺഫിഡൻസ് കോഎഫിഷ്യന്റ് 90%. അതായത് 3.6524 5.7476. അപ്പൊ ചെയ്യണതൊക്കെ സെയിം തന്നെയാണ്. അതായത് സിഗ്മ നോൺ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n ആണ്. ഇനിയിപ്പോ സിഗ്മ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എസ് ആണ് ഉപയോഗിക്കുക. അപ്പൊ അത് എന്നിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. n ഗ്രേറ്റർ ദാൻ 30 ലാർജ് പോപ്പുലേഷൻ ആണോ, n ലെസ് ദാൻ 30 സ്മോൾ പോപ്പുലേഷൻ ആണോ. ലാർജ് ഇതാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n ഉം, സ്മോൾ ആണെന്നുണ്ടെങ്കിൽ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n മൈനസ് 1 ആണ്. അപ്പൊ ഇവിടെ 17 ആണ്, അപ്പൊ അതുകൊണ്ട് n മൈനസ് 1 ആണ് ഉപയോഗിക്കുക. ചെയ്യണതൊക്കെ സെയിം തന്നെ. ആൽഫ എന്ന് പറയുന്നത് 0.90, അതിന് കറസ്പോണ്ടിങ് ടി ആൽഫ എന്ന് പറയുന്നത് ഇതാണ്. സോറി, ഇതിന് മുമ്പത്തെ ആയിരുന്നു 1.746 ആയിരുന്നു. ഇക്വേഷൻ ചെയ്യാം, ഇത് തന്നെയാണ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. If 8.6, 7.9, 8.3, 6.4, 8.4, 9.8, 7.2, 7.8, 7.9 are observed values of a random sample size 9 from n mu sigma square, construct 90% alpha. അതായത് എക്സ് ബാർ ഇവിടെ ഡയറക്റ്റ് തന്നിട്ടില്ല, എക്സ് ബാർ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് അപ്പൊ നമ്മൾ ഇവിടെ 9 ആണ് തന്നേക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 9 വെച്ച് ഡിവൈഡ് ചെയ്യണം, അതാണ് എക്സ് ബാർ. അപ്പൊ നമുക്ക് 7.988 എന്നാണ് കിട്ടുക. ഇനി എസ് സ്ക്വയർ തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. എസ് സ്ക്വയർ എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ n മൈനസ് എക്സ് ബാർ സ്ക്വയർ. അതായത് ഇതിന്റെ എല്ലാം സ്ക്വയർ കണ്ടിട്ട്, ഓരോന്നിന്റെയും സ്ക്വയർ കണ്ടിട്ട് ആഡ് ചെയ്തിട്ട് 9 വെച്ച് ഡിവൈഡ് ചെയ്യുക, മൈനസ് ഈ കിട്ടിയ എക്സ് ബാറിന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് ഈ സ്ക്വയറിന്റെ ഈ സമ്മിന്റെ ഇതെന്ന് പറയുന്നത് 64.63 കിട്ടും, മൈനസ്
7.988ന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.8307 എന്നാണ് കിട്ടുക. നമ്മുടെ ഇക്വേഷൻ ഇവിടെ 9 ആണ്, ലെസ് ദാൻ 30 ആണ്. ഇക്വേഷൻ x ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n മൈനസ് 1. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണത് ഇതാണ്. എസ് സ്ക്വയറിനെ ഇതാക്കിയാൽ മതി. അപ്പൊ എസ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ 7.988 മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ ഇവിടെ 8 വരും, റൂട്ട് 8 വരും. ഓക്കെ, അപ്പൊ നമ്മുടെ വാല്യൂ ഇതാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൽഫ ഇവിടെ 90% തന്നെയാണ്. അപ്പൊ 1.86 ആയിരുന്നു ഇവിടുത്തെ കോൺഫിഡൻസ് ഇന്റർവെൽ വരുന്നത്. സൈസിനനുസരിച്ചും ഇത് മാറുന്നാണ് തോന്നുന്നത്. അത് ബുക്കിൽ നോക്കിയാലേ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ഇക്വേഷൻ mod t less than or equal to 1.86 equal to 0.90. അപ്പൊ മൈനസ് 1.86 less than or equal to t less than or equal to 1.86. ടിക്ക് നമ്മൾ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 7.988 കൊണ്ട് സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ മൈനസ് മ്യൂക്ക് കറസ്പോണ്ടിങ് കിട്ടി. നമ്മൾ മൈനസ് എടുക്കുക. അപ്പൊ നമുക്ക് 7.389 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8.56. അപ്പൊ ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആൽഫ 90%നുള്ള കോൺഫിഡൻസ് ഇന്റർവെൽ. 7.389ഉം 8.56ഉം ഇതാണ് നമ്മുടെ CI എന്ന് പറയുന്നത്. അപ്പൊ ചെയ്യണത് സെയിം ആണ്, അതായത് ഇക്വേഷൻ മാറുള്ളൂ. ഒന്നെങ്കിൽ സിഗ്മയാണ് അറിയാന്നുണ്ടെങ്കിൽ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n. ഇനി സിഗ്മ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എസ് സ്ക്വയർ ആണ് ഉപയോഗിക്കുക. അപ്പൊ അത് ലാർജ് സൈസ് ആണോ സ്മോൾ സൈസ് ആണോ പോപ്പുലേഷൻ എന്ന് നോക്കിയിട്ട്, അതായത് n സ്മോൾ ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n മൈനസ് 1. ഇനിയിപ്പോ ലാർജ് ആണെന്നുണ്ടെങ്കിൽ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n. അത് മാത്രമേ മാറുള്ളൂ. ചെയ്യണ പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതില് കോൺഫിഡൻസ് ഇന്റർവെൽ കാണാനാണ് വരിക. അടുത്ത ദിവസം കുറച്ച് 2-3 ടൈപ്പും കൂടെ എടുക്കാനുണ്ട്. ഇപ്പൊ 3 ടൈപ്പ് അല്ലേ പറഞ്ഞത്, ഇനിയിപ്പോ 2-3 ടൈപ്പും കൂടെ ഉണ്ട്, പിന്നെ അതിന്റെ എക്സാമ്പിൾസും കൂടെ ഉണ്ട്. അപ്പൊ ഈ ചാപ്റ്റർ തീരും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് തീരും. ഓക്കെ, അപ്പൊ ബാക്കി അടുത്ത ദിവസം എടുക്കാം. താങ്ക് യു.